അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ക്ലേശിച്ച് ഈ സദസ്സിൽ ഹാജരായതിനെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നാളെ മരണശേഷം പാരത്രിക ജീവിതത്തിലേക്കുള്ള ഒരു സമ്പാദ്യമായി അല്ലാഹു നമ്മുടെ ഈ ദൗത്യത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിലാകെ തന്നെ പകർച്ചവ്യാധികളും അപകടങ്ങൾ വിതക്കുന്ന പനികളുമൊക്കെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നമ്മെ ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരികളെ, കഴിഞ്ഞയാഴ്ച ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന പൊരുളുകളെക്കുറിച്ചും നിങ്ങൾ കേട്ടു. അവസാനമായി നാം ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ് സംസാരിച്ച് നിർത്തിയത്. സൈനബ് ബിന്ത് ജഹ്ഷ് എന്ന് പറയുന്ന റസൂലിന്റെ അമ്മായിയുടെ പുത്രിയെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾ കേട്ടു. പല വിമർശനങ്ങൾക്കും സത്യനിഷേധികളിൽ നിന്നും കപടവിശ്വാസികളിൽ നിന്നും ധാരാളം കിംവദന്തികൾ ഈ വിഷയകമായി നാട്ടിൽ പരന്നു. ദത്തുപുത്രന്റെ ഭാര്യയെ പ്രേമിക്കുകയും അങ്ങനെ അവനിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തു എന്നുവരെ ചില വക്രബുദ്ധിയുടെ വക്താക്കൾ ദുഷ്ടലാക്കോടെ പ്രചരിപ്പിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ട് സമൂഹത്തിന്റെ അബദ്ധം തിരുത്താൻ സ്വന്തം അന്തസ്സിനെ ബലി കഴിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സമൂഹത്തിനൊരു അബദ്ധധാരണയുണ്ടായിരുന്നു. ദത്തുപുത്രന്റെ ഭാര്യ ആ ദത്തുപുത്രൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാലും പിന്നെ ദത്തെടുത്ത ആൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന തെറ്റായ വിശ്വാസം. അതോടൊപ്പം തന്നെ വിമുക്ത അടിമയുടെ ഭാര്യ, ഒരു അടിമപ്പയ്യന്റെ ഭാര്യ എന്ന് പറയുന്നത് അവൾ സമൂഹത്തിൽ ഉയർന്നു വരാൻ പറ്റാത്ത നിലയിൽ എന്നും അധപ്പതിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായിരുന്നു. ഇതൊക്കെ തിരുത്താൻ വേണ്ടി എല്ലാറ്റിലുമുപരി സയ്യിദിന്റെയും സൈനബിന്റെയും ജീവിതം തകർന്നപ്പോൾ സൈനബിന്റെ സംരക്ഷണം താൻ തന്നെ ചുമലിൽ വഹിക്കാമെന്ന പ്രതിജ്ഞ നബി തങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ മുൻഗാമികളായ ആളുകൾ എല്ലാവരും ഏറ്റുവാങ്ങിയിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് വീട്ടിലും കുടുംബത്തിലും നാട്ടിലുമൊക്കെ എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. സമൂഹത്തിനിടയിൽ നിലവാരം തകർന്ന അവസ്ഥയുണ്ടാകാം. നിങ്ങൾ നോക്കൂ, മറിയം ബീവിയുടെ ചരിത്രം. സൂറത്തു മറിയം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ. ദൈവദൂതനായ മാലാഖ, ഓ കന്യകയായ മറിയമേ, നിനക്കൊരു സന്താനത്തെ അല്ലാഹു തരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മലക്ക് വന്ന് മറിയം ബീവിയോട് പറഞ്ഞ സന്ദർഭം. ഖാലത് അന്നാ യകൂനു ലീ ഗുലാം, മറിയം ബീവി മാലാഖയോട്, മലക്കിനോട് തിരിച്ചു പറഞ്ഞു, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാണ്? വലം യംസസ്നി ബശർ വലം അകു ബഗിയ, എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ട് പോലുമില്ല.
ഒരു പുരുഷന്റെ ബന്ധം എന്നിലൂടെ നടന്നിട്ടില്ല. വലം അക്കു ബഗിയ, ഞാനാണെങ്കിൽ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചവളുമല്ല. പിന്നെ എവിടെ നിന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാകാനാണ് എന്ന് ദൈവദൂതനായ മാലാഖയോട് മറിയം ബീവി തിരിച്ചു പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, നിന്റെ നാഥനായ അല്ലാഹുവിന് അത് നിഷ്പ്രയാസം സാധിക്കും. ഒരു പുരുഷൻ നിന്നെ സ്പർശിക്കാതെ തന്നെ ഒരു സന്താനത്തെ തരാൻ കഴിവുള്ളവനാകുന്നു നിന്റെ നാഥൻ. മാത്രമല്ല വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്നാ, ഇത് ലോക ജനതയ്ക്കൊരു പാഠമാകട്ടെ. ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് ലോകാത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, പടച്ച തമ്പുരാന്റെ കഴിവിനെ കുറിച്ച് ലോകത്തിനൊരു ദൃഷ്ടാന്തമാകട്ടെ, പാഠമാകട്ടെ. വകാന അംറൻ മഖ്ലിയ, ഇത് അല്ലാഹുവിന്റെ വിധിയാകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മറിയം ബീവിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എപ്രകാരമായിരിക്കും? പടച്ചവനെ, നീ എന്തിനാണ് എന്നെ ഇപ്രകാരം പരീക്ഷിക്കുന്നത്? വിവാഹിതയല്ലാത്ത ഞാൻ, ഒരു പുരുഷനുമായി ഒരിക്കൽ പോലും ബന്ധപ്പെടാത്ത ഞാൻ, തെറ്റായ മാർഗം ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഞാൻ, ഗർഭിണിയായി കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന്റെ മാതാവായി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള അവസ്ഥ? എന്തായിരിക്കും? മാത്രമല്ല ദൈവദൂതനായ മാലാഖയുടെ സാമീപ്യത്തോടുകൂടെ, അല്ലാഹുവിന്റെ തീരുമാനത്തോടുകൂടെ മറിയം ബീവി ഗർഭിണിയായി. അതിന്റെ സമയമെത്തിയപ്പോൾ, പ്രസവവേദന എത്തിയപ്പോ, സങ്കടത്തോടുകൂടെ വേദനയോടുകൂടെ മറിയം ബീവി വിളിച്ചു പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു ആ സംഭവം. ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ച തമ്പുരാനെ, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഈ സംഭവം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ മരിച്ചിരുന്നെങ്കിൽ വകുന്തു നസിയം മൻസിയാ, സ്മരിക്കപ്പെടാത്ത നിലയിൽ, ആരാരും ഓർക്കാത്ത അവസ്ഥയിൽ, എല്ലാവരും മറന്ന അവസ്ഥയിൽ ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാനസിക വേദന, മനോവേദന, മനപ്രയാസം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു ഭർത്താവില്ലാത്ത പെണ്ണ്, വിവാഹിതയല്ലാത്ത ഒരു പെണ്ണ് ഗർഭിണിയായാൽ എന്തായിരിക്കും നാട്ടുകാർ പറയുക? സമൂഹം അതിനെ എങ്ങനെ പ്രതികരിക്കും? മറിയം ബീവി ഭയന്നതുപോലെയൊക്കെ സംഭവിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിനെ മാറോട് ചേർത്തി തന്റെ ജനതയിലേക്ക് മറിയം ബീവി കടന്നു വന്നപ്പോ ആളുകൾ ഒന്നേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? فأتت به قومها تحمل, സ്വജനതയിലേക്ക് ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് മറിയം കടന്നു വന്നു. قالوا يا مريم لقد جئت شيئا فريا. ആളുകൾ ഒന്നേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? യാ മറിയമു, അല്ല മറിയം, ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, നീ വളരെ മോശപ്പെട്ട പണിയാണല്ലോ ചെയ്തത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വൃത്തികെട്ട ഒരു വേലയാണല്ലോ നീ ഒപ്പിച്ചത്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅസൗ വമാ കാനത് ഉമ്മുകി ബഗിയാ. അല്ലയോ ഹാറൂൻ നബിയുടെ സഹോദരി, നിന്റെ മാതാപിതാക്കൾ ഇത്തരക്കാരായിരുന്നില്ലല്ലോ, അവർ മോശപ്പെട്ട പ്രവൃത്തിയുടെ ആളുകൾ ആയിരുന്നില്ലല്ലോ, നിനക്കെന്ത് പറ്റി മറിയം എന്നാണ് ജനത ചോദിച്ചത്. അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. അവിവാഹിതയായ പെണ്ണ് ഗർഭിണിയായ നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുക? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ.
ഇത്രയും കടുത്ത പരീക്ഷണം ലോക ജനതക്കതിൽ ആയത്തുണ്ടെങ്കിലും ദൃഷ്ടാന്തമുണ്ടെങ്കിലും ഗുണപാഠമുണ്ടെങ്കിലും ഈ കടുത്ത പരീക്ഷണത്തിന് പാത്രമാകേണ്ടി വന്ന മറിയം ലോക വനിതകളിലെ ഉന്നത വനിതയായി ശ്രേഷ്ഠ വനിതയായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ? ആ പെണ്ണിന്റെ പേരിലല്ലേ ഖുർആനിലെ ഒരു അധ്യായം പോലും നിലകൊള്ളുന്നത്? അപ്പൊ ആകത്തുക പറഞ്ഞത് എന്താ? ഉന്നതരായ ആളുകൾക്ക് പല വിധേനയും പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാകുന്നു നബി തങ്ങളുടെ ബഹുഭാര്യത്വം. എന്റെ ചില സ്നേഹിതന്മാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? പൊന്നു സുഹൃത്തെ, ഈ ഒരു അബദ്ധ ബുദ്ധി ലോകത്ത് ഒരു പുരുഷനും തോന്നാതിരിക്കട്ടെ. എന്താ പറഞ്ഞത്? എന്റെ 1-2 സുഹൃത്തുക്കൾ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഈ ഒരു അബദ്ധം ലോകത്ത് ഇനി ഒരാൾക്കും തോന്നാതിരിക്കട്ടെ. എനിക്ക് തോന്നിയ അബദ്ധം എന്താ? അവർക്ക് തോന്നിയ അബദ്ധം, 2ാം പെണ്ണ് കെട്ടി, അതന്നെ അബദ്ധം. ഒരു പെണ്ണായപ്പോ തോന്നി, ഒരു ഭാര്യയായപ്പോ തോന്നി ഒന്നുകൂടെ ആകാമല്ലോ. ആവശ്യത്തിന് കയ്യിൽ പണമുണ്ട്, ആരോഗ്യവുമുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു വിവാഹവും കൂടെ ആയിക്കൂടാ? പ്രത്യേകിച്ച് സമൂഹത്തിൽ സ്ത്രീകൾ അധികരിച്ച ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ആദർശം പറയാൻ, ഇതൊക്കെ ന്യായം പറയാൻ. ഈ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് 2ാം വിവാഹം കഴിച്ച ചില സഹോദരന്മാർ എന്നോട് പറഞ്ഞു, ഈ ഒരു ബുദ്ധി ലോകത്ത് ഒരാൾക്കും തോന്നാതിരിക്കട്ടെ. എന്തേ കേസ്? പിന്നെ സ്വസ്ഥത എന്ന ഒരു സംഗതി ആ സഹോദരന്മാർ കണ്ടിട്ടില്ലത്രേ. സ്വസ്ഥതയും സമാധാനവും പിന്നെ ആ സഹോദരന്മാർ അറിഞ്ഞിട്ടില്ലത്രേ. ഒരു ദിവസവും പോലും സ്വസ്ഥമായ രീതിയിൽ സമാധാനത്തോടെ അന്തിയുറങ്ങാൻ പറ്റാത്ത അവസ്ഥാവിശേഷം സംജാതമായി എന്നാണ് പറഞ്ഞത്. 2 ഭാര്യമാരുള്ള ആളുകൾ. എന്നാൽ 11ഓളം ഭാര്യമാർ മൊത്തം നബിയുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ? അത്രയും ഭാര്യമാരെ സഹിച്ചുകൊണ്ട്, നീതി കാഴ്ചവെച്ചുകൊണ്ട്, അവരുടെ അർഹമായ അവകാശങ്ങൾ വകവെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ നബി തങ്ങൾ ഒരു അസാധാരണ മനുഷ്യനാണെന്നതിന്റെ തെളിവാണെന്ന് പണ്ഡിത ലോകം വിവരിക്കുന്നു. 2 ഉണ്ടായിട്ട് സാധിച്ചില്ല, 11 മൊത്തം ജീവിതത്തിൽ ഭാര്യമാരായിട്ട്, അടിമകൾ അടക്കം. മദീന ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ജീവിതത്തിൽ 9 വിവാഹങ്ങൾ നടന്നു. മക്ക ജീവിതത്തിലോ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. അപ്പൊ 10ആയി. 9 1 10. മാരിയ എന്ന് പറയുന്ന ഒരു അടിമപ്പെണ്ണും ജീവിത പങ്കാളിയായി കയറി വന്നു. അതോടെ മൊത്തം 11. ഈ 11 ഭാര്യമാരെ സഹിച്ച് ക്ഷമിച്ച് അവരുടെ അവകാശങ്ങൾ വകവെച്ച് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ പ്രവാചകനിലെ പ്രവാചകത്വം, അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് നബി തങ്ങൾക്ക് കിട്ടി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. മാത്രല്ല, നിങ്ങളുടെ നേതാവ് 9 കെട്ടി മദീന ജീവിതത്തിൽ 9 വിവാഹം കഴിച്ചു, ഇതെന്താ സ്ത്രീലമ്പടനായിരുന്നോ എന്ന് നമ്മുടെ ശത്രുക്കൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കേറിയാൽ, നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കണം. ഏതൊരു സംഗതിയും സാഹചര്യം പരിശോധിച്ച് വ്യാഖ്യാനിക്കണം. ഏതൊരു സംഗതിയും സാഹചര്യം വെച്ച് നോക്കി വ്യാഖ്യാനിക്കണം. ഉദാഹരണം, ഫാത്തിമ കിടന്നിടത്ത് കിടന്ന് മുള്ളി. എത്ര വയസ്സുള്ള ഫാത്തിമ? കൊച്ചുമകൾ 4 വയസ്സായ ഫാത്തിമയല്ല, 30 വയസ്സായ ഫാത്തിമ ബെഡിൽ മുള്ളി, ബെഡ്റൂമിൽ മുള്ളി എന്ന് പറഞ്ഞാൽ അയ്യയ്യേ എന്ന് പറയരുത്, പെട്ടെന്ന് അങ്ങനെ പറയരുത്. എന്തേ കാരണം? അത് അവൾക്കൊരു ബോധക്കേടുണ്ടായി. അവളുടെ ബോധം പെട്ടെന്ന് രോഗം, പനി ഓവറായി, അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ അവളുടെ ബോധം നഷ്ടപ്പെട്ടു. അതിനിടയിൽ അറിയാതെ മൂത്രം ഒഴിച്ചു പോയതാന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അല്ല, ഇത് കേൾക്കുമ്പോഴേക്ക് വാളും പരിചയെടുത്ത് ഇറങ്ങാൻ പാടുണ്ടോ? പാടില്ല. ഏതൊരു സംഗതിയും മമ്മദ് ശവം കഴിച്ചു, പട്ടിയുടെ ശവം കഴിച്ചു, അയ്യേ മമ്മദിനെന്താ ഭ്രാന്തുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലാ മമ്മദ് ശവം കഴിച്ചത്?
അതോ മുഹമ്മദിന് 4 ദിവസമായി ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല. അങ്ങനെ മരണം മുന്നിൽ കണ്ട സമയത്താണ് മുഹമ്മദ് ശവം കഴിച്ചതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏതൊരു വിഷയവും സാഹചര്യം നോക്കി വ്യാഖ്യാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹവും സാഹചര്യങ്ങൾ നോക്കി നാം മനസ്സിലാക്കണം. നിങ്ങളൊരു വസ്തുതയറിയണം. സ്ത്രീകളുടെ എണ്ണമല്ല, സൗന്ദര്യമാണ് പുരുഷന്റെ മനം നിറക്കുക. കുറെ സ്ത്രീകൾ ഉണ്ടായിട്ട് കാര്യമില്ല. സാധാരണ അവസ്ഥയിൽ സ്ത്രീയുടെ സൗന്ദര്യമാണ് പുരുഷനെ ആകർഷിക്കുക. സ്ത്രീലമ്പടന്മാർ, സ്ത്രീ കൊതിയന്മാർ, വിധവകളെയോ കുട്ടികളുള്ള വൃദ്ധകളെയോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ ബീവിയെ പോലുള്ള അസുന്ദരികളെയോ അല്ല അന്വേഷിക്കുക. അല്ല, പെണ്ണിനോടുള്ള അമിതമായ താല്പര്യമാണെങ്കിൽ സുന്ദരികളെ ഇഷ്ടം പോലെ കിട്ടുമെന്നിരിക്കെ എന്തുകൊണ്ടത് വേണ്ടെന്ന് വെച്ചു? നബി തങ്ങൾ തന്റെ ദൗത്യവുമായി കടന്നു വന്നപ്പോ മക്കയിലെ പ്രമാണിമാർ പറഞ്ഞില്ലേ, മുഹമ്മദേ നിനക്കെന്തു വേണം? ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരിയെ വേണോ ഭാര്യയായിട്ട്? എങ്കിൽ ഞങ്ങൾ നിനക്കത് തരാം, നിനക്ക് എന്തു വേണമെങ്കിലും തരാം. പ്രവാചകർ പറഞ്ഞത്, ഒരു കയ്യിൽ സൂര്യനെയും മറു കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് കൂറുന്ന പ്രശ്നമില്ല എന്നാണ് അവിടെന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പ്രവാചകരുടെ വിവാഹങ്ങളെ കുറിച്ച് ഒരു ചെറിയ രീതിയിൽ ഒരു വിവരണം നടത്താം. ഒന്ന് ആയിഷ, മദീന ജീവിതത്തിലെ വിവാഹങ്ങളാണ് പറയുന്നത്. ഒന്ന് ആയിഷ ബീവി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആദ്യ ഭാര്യ അതായിരുന്നല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബിക്ക് 50 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ജീവിതത്തിൽ ഏറ്റവും പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭമായിരുന്നു അത്. പ്രവാചകരുടെ 50 വയസ്സ് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വന്ന സമയമായിരുന്നു. പ്രത്യേകിച്ച് മദീനയിലെ ആ സാഹചര്യം. ചില അനുയായികൾ അബ്സീനിയയിലേക്ക് ഹിജറ പോയി. ശത്രുക്കൾ നിറഞ്ഞ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചുരുങ്ങിയ സ്വഹാബികളും ബന്ദികളെപ്പോലെ കഴിഞ്ഞുകൂടുകയാണ്. മാത്രമല്ല, നാട്ടിൽ സ്വാധീനമുണ്ടായിരുന്ന സംരക്ഷകനായ അബൂ ത്വാലിബും അതേ വർഷത്തിൽ തന്നെ മരിച്ചു. ഖദീജ ബീവി വഫാത്തായ അതേ വർഷം തന്നെ അബൂ ത്വാലിബും മരണപ്പെട്ടു. അതോടുകൂടെ പ്രവാചകരുടെ താങ്ങും തണലുമായി നിലകൊണ്ടിരുന്ന 2 വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞു. ഈ വർഷത്തെ പ്രവാചകർ വിളിച്ചത് ആമുൽ ഹുസൻ എന്നാണ്. ദുഃഖവർഷം, ദുഃഖത്തിന്റെ വർഷം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ തനിച്ചായി. വീടിന് പുറത്ത് ശത്രുക്കൾ, വീട്ടിനകത്ത് കൊച്ചുമോൾ ഫാത്തിമ ബീവി മാത്രം. അവളുടെ മരിച്ചുപോയ ഉമ്മയുടെ സ്മരണകൾ വീട്ടിൽ തളം കെട്ടി നിന്നു. ഉമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവളുടെ മുഖത്ത് നോക്കിയാൽ, ആ യതീമായ ബാലികയുടെ മുഖത്ത് നോക്കിയാൽ ആരുടെയും കണ്ണു നിറയും. സഹാബികൾക്ക് സങ്കടമായി. വീട്ടിലെ അവസ്ഥ ഇത്, നാട്ടിലെ അവസ്ഥയോ ശത്രുക്കളുടെ ബാഹുല്യത്താൽ പ്രയാസങ്ങൾ. ഈ അവസ്ഥയിൽ സഹാബികൾ പറഞ്ഞു, സങ്കടത്തോടുകൂടെ നബി തങ്ങളോട് പറഞ്ഞു, ഒരു പുനർവിവാഹം ചെയ്യണം. നബി തങ്ങളെ നിർബന്ധിപ്പിച്ചു. ഇനി അങ്ങ് ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, എങ്കിൽ പിന്നെ ആ ഭാര്യ ആരാകണം? സഹാബികൾക്കിടയിൽ ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആരാകണം? സുഹൃത്തുക്കളും സഹാബികളും നിർദ്ദേശിച്ചു. അത് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന പെൺതരി കുട്ടികളുടെ കൂട്ടത്തിലെ പെൺകുട്ടി ആയിഷ ബീവി തന്നെയാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോഴന്റെ മകളായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ ബീവിയാകട്ടെ സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇതും യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമായിരുന്നു. ഇതൊരു പരീക്ഷണം. ആയിഷ ബീവിയെ 7 വയസ്സ് പ്രായമുള്ള സമയമാണപ്പോൾ.
7 വയസ്സുള്ള ആയിഷ ബീവിയെ വിവാഹം കഴിക്കുക എന്നത് ആ സാഹചര്യത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. കാരണം എന്താ? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. കൊച്ചു ബാലികയുടെ മുഖലാവണ്യം ഒരു കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥ 50കാരന്റെ വികാരത്തെ ഉണർത്തുകയില്ലല്ലോ. ഇല്ല. 9 വയസ്സായപ്പോഴാണ് മദീനയിൽ ഭാര്യയായി അവർ ഒന്നിച്ച് താമസിച്ചത്. 7ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞെങ്കിലും വാസ്തവത്തിൽ ഈ മുഷിപ്പും ദുഃഖവും നിറഞ്ഞ സമയത്ത് എല്ലാ നിലയിലും വീട്ടിലും നാട്ടിലും പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ സമയത്ത് താങ്ങും തണലുമായി പക്വതയും ആരോഗ്യവുമുള്ള ഒരു കുടുംബിനിയെയാണ് നബിക്ക് യഥാർത്ഥത്തിൽ ആവശ്യം, അല്ലേ? ആ സമയത്ത് അങ്ങനെയാണ് ആവശ്യമുള്ളത്. പക്ഷേ ആ ഘട്ടത്തിലാണ് ബാലികയായ ആയിഷ ബീവി ഭാര്യയായി കടന്നു വരുന്നത്. അവരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ കളിതമാശകളിലൂടെയായിരുന്നു. പാവ കൊണ്ടുള്ള കളി, ആയിഷ ബീവിയുടെ പാവക്കളി ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ഈ ആയിഷ ബീവി ഒരു കന്യകയായി നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏക ഭാര്യ ആയിഷ ബീവിയാണ്. ഈ ആയിഷ ബീവി തന്നെ കണ്ടാൽ മുസ്തഹാത്തി എന്ന് അറബിയിൽ പറയും. കണ്ടാൽ ആശ തോന്നിപ്പിക്കുന്ന പ്രായം അന്ന് ആയിഷ ബീവിക്ക് ആയിട്ടില്ല. കൊച്ചുകുട്ടിയാണ്. പരീക്ഷണല്ലേ? ഇതിന് പരീക്ഷണം എന്നല്ലാതെ എന്താ പറയാ? മറ്റൊരു വിവാഹമാണ്, മറ്റൊരു ഭാര്യയാണ് സൗദാ ബീവി റളിയല്ലാഹു അൻഹാ. സൗദാ സമാഇഹ് എന്ന മനുഷ്യന്റെ മകളാണ് സൗദാ ബീവി. സുഖ്റാൻ ഇബ്നു അംർ എന്ന മനുഷ്യന്റെ ഭാര്യയായിരുന്നു സൗദാ. സുഖ്റാൻ ഇബ്നു അംറും സൗദാ ബീവിയും ആദ്യകാലത്ത് തന്നെ മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സൗദാ ബീവി തന്റെ ഭർത്താവായ സുഖ്റാൻ ഇബ്നു അംറിന്റെ കൂടെ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി. മടങ്ങി വരുമ്പോൾ അബ്സീനിയയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ഭർത്താവ് ഒന്നിച്ച് തിരിച്ചു വരുമ്പോൾ വഴിവക്കിൽ വെച്ച് തന്റെ ഭർത്താവായ സുഖ്റാൻ ഇബ്നു അംർ മരിച്ചുപോയി. അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ തുണയില്ലാതെ സൗദ ഒറ്റപ്പെട്ടു. തുണയില്ലാതെ സൗദാ ബീവി ഒറ്റപ്പെട്ടു. സൗദാ ബീവിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വഴി എന്താ? ഒരു വഴിയില്ല. വറുതിയും ദുരിതവുമുള്ള വിധവയായി അവർ അവശേഷിച്ചു. ഒന്നുകിൽ മുശ്രിക്കുകളായ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം. കാരണം ഭർത്താവിനോടൊന്നിച്ച് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതാണ്. ഭർത്താവ് മരിച്ചുപോയി. പിന്നെ സംരക്ഷകനില്ല, നാഥനില്ല. പിന്നെ മുന്നിൽ 2 വഴിയാണുള്ളത്. ഒന്നുകിൽ തന്റെ കുടുംബക്കാരായ സത്യനിഷേധികളായ ആളുകളിലേക്ക് തിരിച്ചു ചെല്ലുക, അല്ലെങ്കിൽ താനേറെ സ്നേഹിച്ച, താനേറെ ഇഷ്ടപ്പെട്ട പരിശുദ്ധ ദീനിൽ ഒറ്റയ്ക്ക് താമസിക്കുക, പരിശുദ്ധ ദീനിൽ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക. ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് സംരക്ഷണം നൽകാനും വേണ്ടി സൗദാ ബീവിയെ വിവാഹം കഴിച്ചു. നിങ്ങൾ നാഥനില്ലാതെ, ഭർത്താവില്ലാതെ ഒറ്റപ്പെടേണ്ടതില്ല. അങ്ങനെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിധവയായ പെണ്ണിനെ നബി തങ്ങൾ കല്യാണം കഴിച്ചു. മറ്റൊരു ഭാര്യയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമ. മഴ കൊണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇപ്പൊ മഴ നിർത്തിവെക്കാൻ നമുക്ക് പറ്റൂലല്ലോ. പിന്നെ ക്ലാസ് മഴ തീരാൻ വേണ്ടി നീട്ടിവെച്ചാലോ? അപ്പൊ ഇന്ന് ക്ലാസ് നടക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് ചെവി കൂർപ്പിച്ചിരുന്ന് നിങ്ങൾ കേൾക്കുക. ഉമ്മു സലമ ബീവി, ഹിന്ദ് എന്ന പേരാണ് അവരുടെ യഥാർത്ഥ പേര്. ഉഹദ് യുദ്ധത്തിൽ മുറിവ് പറ്റിയ മഹാനായ പോരാളി അബൂ സലമയുടെ ഭാര്യയായിരുന്നു ഉമ്മു സലമ ബീവി. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ മുറിവ് പറ്റി. ആ മുറിവ് കാരണമായി തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു തങ്ങൾ മരിച്ചു പോവുകയാണുണ്ടായത്. ഉമ്മു സലമ ബീവിയുടെ ഭർത്താവായ അബൂ സലമ രോഗശയ്യയിലായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്നേഹിതനെ സന്ദർശിക്കുകയും രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണു നിറഞ്ഞു.
വിധവയായ ഉമ്മു സലമ ബീവി ക്ഷീണിച്ച ഒരു സ്ത്രീയായിരുന്നു. ബാല്യത്തിലും കൗമാരത്തിലും എത്തി നിൽക്കുന്ന കുറെ മക്കളുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു. ഉമ്മു സലമ ബീവിക്ക് ഭർത്താവ് മരിച്ചുപോയി. ഇവരെ വിവാഹം കഴിക്കാൻ ധാരാളം കുഞ്ഞുങ്ങളുടെ യുവാക്കളായ മക്കളുള്ള ഉമ്മു സലമ ബീവിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും സന്നദ്ധത പ്രകടിപ്പിച്ചു. ഞങ്ങൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞവർ മുന്നോട്ട് വന്നു. പക്ഷേ ഉമ്മു സലമ ബീവി എതിർത്തു. എന്തേ കാരണം? എനിക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ഇനിയൊരു നല്ല ദാമ്പത്യം ഞാൻ സ്വപ്നം കാണുന്നില്ല. ഇനി എന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയി. ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും ഭർത്താവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ചു കൊടുക്കാനും എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള ആളുകളായ ഉമർ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവരുടെ കസ്റ്റഡിയിൽ ഭാര്യയായി നിലകൊള്ളാൻ, അവർ രണ്ടുപേരിൽ ആരായാലും അവരുടെ കീഴിൽ ഭാര്യയായി നിലകൊള്ളാനുള്ള മാനസികവും ശാരീരികവുമായ അവസ്ഥ എനിക്കില്ല. അതുകൊണ്ട് ആ വിവാഹം വേണ്ടെന്ന് വെക്കുകയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ രക്തസാക്ഷിയായ പ്രിയ സുഹൃത്തിന്റെ വിധവയെയും കുഞ്ഞുങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് ഉമ്മു സലമ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിച്ചത്. മറ്റൊരു ഭാര്യയാണ് ഉമ്മു ഹബീബ റംല എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മക്ക ഖുറൈശി നേതാവായിരുന്ന അബൂ സുഫിയാന്റെ പുത്രിയായിരുന്നു അവർ. മക്കയിൽ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കെ, മക്കയിൽ പ്രശ്നങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ ആ സന്ദർഭത്തിലാണ് റംല ഭർത്താവായ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷിൽ അസദി എന്ന് പറയുന്ന ആളോടൊന്നിച്ച് മുസ്ലിമായത്. മക്കയിൽ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്റെ ഭർത്താവിനോടൊന്നിച്ച് റംല ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർ അബ്സീനിയയിലേക്ക് പലായനം ചെയ്തു. അബ്സീനിയയിലെ ചുറ്റുപാടുകൾ ഉബൈദുള്ളയെ സ്വാധീനിച്ചു. റംലയുടെ ഭർത്താവായ ഉബൈദുള്ളയെ അബ്സീനിയയിലെ ആളുകൾ സ്വാധീനിച്ചു. അവിടെ വെച്ച് റംലയുടെ ഭർത്താവായ ഉബൈദുള്ള ക്രിസ്ത്യാനിയായി മാറി, ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറി. ആ നാട്ടിലെ ക്രിസ്ത്യാനികളായ ആളുകൾ ഉബൈദുള്ള എന്ന് പറയുന്ന റംലയുടെ ഭർത്താവിനെ സ്വാധീനിച്ച് പല ഓഫറുകളും കൊടുത്തപ്പോ ഭർത്താവായ ഉബൈദുള്ള മതം മാറി ക്രിസ്ത്യാനിയായി. എന്നാൽ റംല പിടിച്ചു നിന്നു, ഭർത്താവ് ഉപേക്ഷിച്ചു. സംരക്ഷകനില്ലാതെ എത്യോപ്യയിൽ നിൽക്കാനും നബിയുടെ സഹാബികൾ മക്ക വിട്ടതിനാൽ നാട്ടിലേക്ക് മടങ്ങാനും സാധിച്ചില്ല. എത്യോപ്യയിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം ഭർത്താവ് ക്രിസ്ത്യാനിയായി മതം മാറിപ്പോയി, ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ എത്യോപ്യയിൽ നിൽക്കാൻ പറ്റൂല, നബിയും സഹാബികളും ഒക്കെ തന്നെ മക്ക വിട്ടു. അതുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോകാനും വയ്യ, എത്യോപ്യയിൽ നിൽക്കാൻ വയ്യ. കാരണം എന്താ? ഭർത്താവ് സംരക്ഷകനായി ഇല്ല, മതം മാറിപ്പോയി. മക്കയിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് പോയാലോ? നബിയും സഹാബികളും മദീനയിലേക്ക് ഹിജറ ചെയ്ത് പോയിട്ടുണ്ട്. എന്തു ചെയ്യും? വിശ്വാസം പരിത്യജിച്ചാൽ, ഇസ്ലാം ഉപേക്ഷിച്ചാൽ, ഏകദൈവ വിശ്വാസം വേണ്ടെന്ന് വെച്ചാൽ സ്വീകരിക്കാമെന്ന് പിതാവായ അബൂ സുഫിയാൻ പറഞ്ഞു. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, ഏകദൈവ വിശ്വാസം വലിച്ചെറിയൂ, എങ്കിൽ നിന്റെ ഉപ്പയായ ഞാൻ തന്നെ നിന്നെ സ്വീകരിക്കാം. നിനക്ക് നല്ല ഭർത്താക്കന്മാരുമായുള്ള ജീവിതം നിനക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്ന് ഉപ്പ അബൂ സുഫിയാൻ പറഞ്ഞെങ്കിലും ഉപ്പായുടെ ആ ഓഫർ റംല ബീവി പുച്ഛിച്ചു തള്ളുകയാണ്. ഈ ത്യാഗത്തിന്റെ പ്രതിഫലമായി അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റംല ബീവിയെയും വിവാഹം കഴിച്ചു. മറ്റൊരു ഭാര്യയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. ബനുൽ മുസ്തലഖ് വംശത്തലവനായ ഹാരിസിന്റെ പുത്രിയായിരുന്നു അവർ. ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ ജുവൈരിയ സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് റളിയല്ലാഹു അൻഹുവിന് എന്ന് പേരുള്ള സ്വഹാബിക്ക് യുദ്ധാനന്തര സ്വത്തായി വിഹിതമായി കിട്ടി. മോചനദ്രവ്യമായി
ജുവൈരിയ എന്ന് പറയുന്ന പെണ്ണിനെ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു സഹാബിക്ക് കിട്ടി, സാബിത്ത് എന്ന് പേരുള്ള സഹാബിക്ക് കിട്ടി. ആ സഹാബി നിന്നെ മോചിപ്പിക്കണമെങ്കിൽ വലിയ തുക തരണമെന്ന് പറഞ്ഞു. ജുവൈരിയ എന്ന പെണ്ണ്, യുദ്ധ തടവുകാരിയായ പെണ്ണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു. എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട നിലയിൽ എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഈ അവസ്ഥയിൽ എന്നെ വിഹിതമായി കിട്ടിയ മനുഷ്യൻ വലിയ തുകയാണ് ചോദിക്കുന്നത്, അത് നൽകാൻ എന്റെ കയ്യിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല, വേണമെങ്കിൽ നിങ്ങളുടെ സംരക്ഷണം കൂടെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് ജുവൈരിയോട് പറഞ്ഞപ്പോ മഹദി സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. അങ്ങനെ ജുവൈരിയയും പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സൊഫിയ മറ്റൊരു ഭാര്യയാണ്, സൊഫിയ ബീവി. ഖുറൈള എന്ന ജൂതഗോത്രത്തലവിന്റെ മകളായിരുന്നു അവർ. അവരുമായിട്ടുള്ള യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്തായി സൊഫിയ നബിക്ക് കിട്ടി. ഈ ഖുറൈള ഗോത്രക്കാരുമായിട്ടൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് സൊഫിയ യുദ്ധ തടവുകാരിയായി വന്നു. നബിയുടെ വിഹിതമായി കിട്ടി. നബി തങ്ങൾ പറഞ്ഞു, സൊഫിയ, നിനക്ക് 2 സൗകര്യങ്ങൾ ഞാൻ അനുവദിക്കാം. ഒന്നുകിൽ നിനക്ക് നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ സ്വതന്ത്രയായി എന്നോടൊപ്പം എന്റെ ഭാര്യയായി ജീവിക്കാം. ഏത് വേണം നിനക്ക്? എന്റെ വിഹിതമായി യുദ്ധാനന്തര സ്വത്തിൽ തടവുകാരിയായി കിട്ടിയതാണ് നിന്നെ എനിക്ക്. വേണമെങ്കിൽ നിനക്ക് നിന്റെ കുടുംബത്തിലേക്ക് പോകാം, അല്ലെങ്കിലോ സ്വതന്ത്രയായി എന്നോടൊപ്പം എന്റെ ഭാര്യയായി നിങ്ങൾക്ക് ജീവിക്കാം എന്ന് പറഞ്ഞപ്പോ മഹദി ഭാര്യയായി ജീവിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. അത് തിരഞ്ഞെടുത്തു. ഈ സൊഫിയ സലാം ഇബ്നു മഷ്കം എന്ന് പറഞ്ഞ ഒരാളുടെ ഭാര്യയായിരുന്നു. 2 പുരുഷന്മാരുടെ ഭാര്യയായിരുന്നു. ആദ്യം സലാം ഇബ്നു മഷ്കം എന്ന് പറഞ്ഞ ആൾ വിവാഹം കഴിച്ച് സൊഫിയയെ ഉപേക്ഷിച്ചതിന് ശേഷം കിനാന എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയായി സൊഫിയ. അദ്ദേഹം ഖൈബർ യുദ്ധത്തിൽ മരിച്ചു. അങ്ങനെ 2 ഭർത്താക്കന്മാർ മരിച്ച് വിധവയായി കഴിയുന്ന സൊഫിയയാണ് യുദ്ധത്തിൽ തടവുകാരിയായി വന്നതും നബി തങ്ങൾ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തതും. മറ്റൊരു ഭാര്യയാണ് മൈമൂന. മുസ്ലിങ്ങളോട് അവർക്ക് വലിയ താല്പര്യമായിരുന്നു. മൈമൂന ബീവിക്ക് നബി തങ്ങളോട് വല്ലാത്ത അതിരറ്റ സ്നേഹം. ഖുറൈശി തറവാട്ടിലെ ധീര വനിതയായിരുന്നു അവർ. ഖുറൈശികൾക്കുണ്ടായിരുന്ന വിരോധം അവസാനിപ്പിക്കാനും മക്കയിൽ സ്വാധീനമുണ്ടാകാനും സർവോപരി മൈമൂന ബീവിക്ക് സംരക്ഷണം നൽകാനും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ സൗകര്യമുണ്ടാകാനും വേണ്ടി നബി തങ്ങൾ മൈമൂന ബീവിയെ വിവാഹം കഴിച്ചു. അപ്പോ മൈമൂന ബീവി ഖുറൈശി തറവാട്ടിലെ ഒരു പെണ്ണായിരുന്നു. അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ കൊതി. എന്നാൽ ഖുറൈശികൾ അനുവദിക്കില്ല. അപ്പൊ ഖുറൈശികളുടെ എതിർപ്പ് ചുരുക്കാനും അതോടൊപ്പം മൈമൂനയ്ക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനും അവർക്ക് അർഹമായ സംരക്ഷണം വകവെച്ചു കൊടുക്കാനും ഒക്കെ ആ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ അവരെയും വിവാഹം കഴിച്ചു. മറ്റൊരു ഭാര്യയാണ്, 8ാമത്തെ ഭാര്യയാണ് ഹഫ്സാ ബീവി. ഹഫ്സാ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു വിവാഹാലോചനയും ഹഫ്സാ ബീവിക്ക് വന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിട്ട് എന്താ കാര്യം? സുന്ദരിയല്ല, വിരൂപിയായ പെണ്ണായിരുന്നു, കാണാൻ കൊള്ളാത്ത പെണ്ണായിരുന്നു ഹഫ്സാ ബീവി. ഒരു വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് മരിച്ചു. വിധവയായി വീട്ടിലിരിക്കുമ്പോ ഒരു വിവാഹാലോചനയും വന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇക്കാര്യത്തിൽ സങ്കടമായി. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങി. മകൾക്കൊരു വിവാഹം വേണമെന്ന ആവശ്യത്തോടെ വിവാഹാലോചനയുമായി ഉമർ റളിയല്ലാഹു അൻഹു മുന്നിട്ടിറങ്ങി. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, തന്റെ മകളെ നൽകാം, നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ തന്റെ സുഹൃത്ത് തയ്യാറാകുമെന്ന് കരുതി. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു. അല്ലേ പ്രിയപ്പെട്ട ഉസ്മാൻ, നിങ്ങൾ എന്നെ സഹായിക്കണം. എന്റെ പെൺകുട്ടി വീട്ടിൽ തനിച്ചിരിക്കുകയാണ്. അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹാലോചനയും അവൾക്ക് വന്നില്ല. അതുകൊണ്ട് അവളെ നിങ്ങൾ ഏറ്റെടുക്കണം. അദ്ദേഹവും മൗനം പാലിക്കുകയാണുണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹു നിരാശനായി. 2 ആത്മമിത്രങ്ങൾ അവഗണിച്ചല്ലോ.
അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഈ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എന്റെ പെൺകുട്ടി ഹഫ്സ വീട്ടിൽ വിധവയായി കഴിയുകയാണ്. ഒരു വിവാഹാലോചനയും അവളുടെ കാര്യത്തിൽ വരുന്നില്ല. അവൾ സുന്ദരിയല്ലല്ലോ. അതുകൊണ്ട് നാഥനില്ലാതെ ഭർത്താവില്ലാതെ അവൾ വീട്ടിൽ തനിച്ചിരിക്കുന്ന അവസ്ഥാവിശേഷം അത് വളരെ പ്രയാസമാണ് നബിയേ എന്ന് നബി തങ്ങളോട് സങ്കടം പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം മനസ്സിലാക്കി, മനപ്രയാസം മനസ്സിലാക്കി പറഞ്ഞു, അബൂബക്കർ, ഉമർ എന്നിവരെക്കാൾ നല്ല ഒരാൾ അവളെ വിവാഹം കഴിക്കും. അബൂബക്കറിനെക്കാളിലും ഉസ്മാനെക്കാളിലും നല്ല ഒരാൾ അവൾക്ക് ഭർത്താവായി വരും. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ. അങ്ങനെ വിരൂപിയായ, സൗന്ദര്യമില്ലാത്ത വിധവയായ ഹഫ്സ ബീവിയെയും നബി തങ്ങൾ ഏറ്റെടുത്തു. ഇതുപോലെ തന്നെ സൈനബ ബിന്ത് ഹുസൈമ 9ാമത്തെ ഭാര്യയാണ്. ബദറിൽ ഷഹീദായ ഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. ബദറിൽ പങ്കെടുത്ത് ഷഹീദായ സഹാബിയാണ് ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹ. ഈ ഉബൈദുല്ല എന്ന സഹാബിയുടെ വിധവയായ പെണ്ണാണ് ആര്? സൈനബ ബിന്ത് ഹുസൈമ. വൃദ്ധയായ സ്ത്രീയായിരുന്നു അവർ. ഒരുപാട് വയസ്സുണ്ട്. ഈ വിധവയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നബി തങ്ങൾ അവരെ വിവാഹം കഴിച്ചു. വിവാഹശേഷം 2 വർഷം മാത്രമാണ് ജീവിച്ചത് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് മുമ്പ് ഖദീജ ബീവിയെ കൂടാതെ മരിച്ചുപോയ ഏക ഭാര്യയും ഇവരായിരുന്നു. നബി തങ്ങൾ നിൽക്കെ മരണപ്പെട്ട ഭാര്യമാർ 2 പേരാണ്. നബി തങ്ങൾ വഫാത്താകും മുമ്പ് നബിയുടെ ജീവിതകാലത്ത് തന്നെ മരിച്ചുപോയ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയ ഭാര്യമാർ 2 പേരാണ്. ഒന്ന് ഖദീജ ബീവി, മറ്റൊന്ന് സൈനബ ബിന്ത് ഹുസൈമ റളിയല്ലാഹു അൻഹ. ഇവർ 2 പേരുമായിരുന്നു. അതുകൊണ്ട് ആകത്തുക ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ വിവരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹങ്ങൾ മുഴുവനും സാമൂഹികമായ ഒരുപാട് നന്മകൾക്ക് വേണ്ടിയായിരുന്നു. വിധവകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയായിരുന്നു. അല്ലാതെ നമ്മുടെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു അമിതമായ സ്ത്രീ താല്പര്യമായിരുന്നില്ല അതിന് പ്രചോദനമായത് എന്ന് നാം മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ത്വലാഖിനെ കുറിച്ചാണല്ലോ നാം പറഞ്ഞു തുടങ്ങിയത്. ത്വലാഖ് എന്ന് പറയുന്നത് മറ്റൊരു പോംവഴിയുമില്ലാത്ത ഘട്ടത്തിൽ മാത്രം ചെയ്യാവുന്ന ഒന്നാണെന്ന് പറഞ്ഞു. എന്നാൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാലുമാണ്. അള്ളാഹുവിന് ഇഷ്ടം യോജിപ്പിന്റെ വഴിയാണ്. യോജിപ്പിന്റെ വഴിയാണ് പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്നത്. ത്വലാഖും പിണക്കവും പിരിയലും പിശാചിനാകുന്നു ഇഷ്ടം. ഓരോ ദിവസവും ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഓരോ ദിവസവും ജനങ്ങളെ തമ്മിൽ പിണക്കാൻ വേണ്ടി, തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പിശാച് അവന്റെ അനുയായികളെ, അവന്റെ സൈന്യത്തെ പറഞ്ഞുവിടും ഭൂമിയിലേക്ക്. ഓരോ ദിവസവും പിശാച് അവന്റെ മെമ്പർമാരെ ഭൂമിയിലേക്ക് പറഞ്ഞുവിടും. എന്തിന്? ആളുകളെ പരസ്പരം തമ്മിൽ തെറ്റിക്ക്, ആളുകളെ പിണക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുവിടും. ഈ അവസ്ഥയിൽ ഈ അനുയായികൾ തിരിച്ചു വന്നിട്ട് പറയും, അല്ല നേതാവേ, ഞങ്ങൾ ഇന്ന കുഴപ്പമുണ്ടാക്കി, ഞങ്ങൾ ചില ആളുകളെ കൊണ്ട് കള്ളുകുടിപ്പിച്ചു, ചില ആളുകളെ കൊണ്ട് തെറി വിളിപ്പിച്ചു, അങ്ങനെ പല പല തെമ്മാടിത്തരങ്ങളും ഞങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും പല ആളുകളും തെമ്മാടികളായി മാറുകയും ചെയ്തു എന്ന് പിശാചിന്റെ അനുയായികൾ പിശാചിന്റെ അടുത്ത് വന്ന് പറയുമ്പോ ഫഖാല ശൈത്താന് തന്റെ അനുയായികളോട് പറയുമത്രേ, മാ സനഅത ശൈആ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഞാൻ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോ കുറച്ച് ആളുകളൊക്കെ പഴപ്പിച്ചു എന്ന് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും കാര്യമായില്ല, അതുകൊണ്ടൊന്നും അതൊന്നും വലിയ സംഗതിയല്ല.
സുമ്മ യജീഉ അഹദുഹും, അങ്ങനെ വേറെ ഒരു മെമ്പർ വന്നു, ശൈത്താന്റെ ഒരു അനുയായി വന്നു. വന്നിട്ട് പറഞ്ഞു, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വ ബൈന ഇംറഅതിഹി. മാ തറക്തുഹു, അല്ല ഞാൻ എവിടുന്നാ വരുന്നത് എന്നറിയോ? ഞാൻ ഒരാളെ പിടിച്ചിട്ട് എന്താ ചെയ്തത്? ഹത്താ ഫറഖ്തു ബൈനഹു വ ബൈന ഇംറഅതിഹി, ആ മനുഷ്യനെയും അയാളുടെ ഭാര്യയെയും തമ്മിൽ തെറ്റിച്ചു. ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചാണ് ഞാൻ വരുന്നതെന്ന് വേറെ ഒരു അനുയായി പിശാചിനോട് പറഞ്ഞപ്പോ ഫഖാല, ശൈത്താൻ പറഞ്ഞു, നിഅമ അൻത, നീയാണടാ ആൺകുട്ടി, നീയാണ് നല്ലവൻ. അപ്പൊ പിശാചിന്റെ പണി എന്താ? പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിണങ്ങണം, അവർക്കിടയിൽ ഭിന്നതയുണ്ടാകണം, അവർക്കിടയിൽ ത്വലാഖുകൾ നടക്കണം എന്നത് പിശാചിന്റെ അജണ്ടയാകുന്നു എന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ശൈത്താൻ പല കോലത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, പല കോലത്തിലും വരും. ആ സമയത്തൊക്കെ നിങ്ങൾ അറിയണം, ദാമ്പത്യത്തിൽ പൊട്ടലും ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇത്. ഏത്? ദമ്പതിമാർക്കിടയിൽ ഭിന്നിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കൽ ശൈത്താനിന്റെ അജണ്ടയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ മനസ്സിലാക്കിയാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹുവിന് എന്താ ഇഷ്ടം? വഇനിംറഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുശൂസൻ ഔ ഇറാലാ, ഒരു പെണ്ണ് ഭയന്നു തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കവും അവഗണനയും ഭയന്നു കഴിഞ്ഞാൽ, അപ്പോ ദമ്പതിമാർ പരസ്പരം പിണങ്ങിയാൽ ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹാ ബൈനഹുമാ സുൽഹാ, അവർക്കിടയിൽ യോജിപ്പിന്റെ പാതയിലെത്തലും അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലും അതാകുന്നു ഖൈറ്. വസ്സുൽഹു ഖൈറുൻ, യോജിപ്പിന്റെ പാതയാണ് നല്ലത്. പക്ഷേ മനസ്സെപ്പോഴും സങ്കുചിത മനോഭാവത്തിലാണ് നിലകൊള്ളുക. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നവനാകുന്നു. അപ്പോ യോജിപ്പിന്റെ പാതയിലെത്തലാണ് വേണ്ടത്. ഇസ്ലാം ഒരിക്കലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ത്വലാഖ് ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല. ഒരു വേള ഭാര്യ തന്റെ ഭർത്താവിനെ വളരെ പ്രത്യക്ഷത്തിൽ വഞ്ചിച്ചാൽ പോലും, ഭർത്താവിനെ വ്യക്തമായ രീതിയിൽ വഞ്ചിച്ചാൽ പോലും അവളെ ഉപേക്ഷിക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൾക്ക് പുറത്തു കൊടുക്കാം. എന്നിട്ടെന്താകാ? ഭാവി ജീവിതം, ഇനിയുള്ള ജീവിതം നമുക്ക് നല്ല നിലയിൽ ജീവിക്കാമെന്ന് പറഞ്ഞ് സുന്ദരമായി ജീവിക്കാം എന്നല്ലാതെ അത്തരം സാഹചര്യത്തിൽ പോലും നിങ്ങൾ നിർബന്ധമായി ഉപേക്ഷിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും ഒരു വിഷയം അംഗീകരിക്കാൻ പറ്റാത്തതുണ്ടായി, അങ്ങനെ ഉണ്ടായാൽ എന്തു വേണമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. 4 കാര്യങ്ങൾ ചെയ്യണം. ആ 4 കാര്യങ്ങൾ പരീക്ഷിച്ചതിന് ശേഷവും തമ്മിൽ യോജിച്ചു പോകില്ലെന്ന് കണ്ടാൽ മാത്രം പിരിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നേരത്തെ ഒരു ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ ആ ക്രമപ്രകാരം നിങ്ങളത് കേട്ടതാകുന്നു. ആദ്യമായി അള്ളാഹു പറഞ്ഞത് പരസ്പരം പിണക്കമുണ്ടായാൽ ഉപദേശമാണ്, പുറത്ത് പറയരുത്. ഇവർക്ക് ഇടയിലുള്ള പ്രശ്നം പുറത്തു പറയരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണെങ്കിൽ ഭർത്താവ് എന്താകണം? ഉപദേശിക്കണം. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ കിടപ്പ് മാറ്റണം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ പിറകെ അടിക്കണം. അതിന്റെയൊക്കെ രീതി നാം അവിടെ വളരെ വിശദമായ രീതിയിൽ പറഞ്ഞതാണ്. അപ്പോ ഉപദേശവും കിടപ്പ് മാറ്റവും അടിയും കഴിഞ്ഞാൽ, ഇത് 3 കഴിഞ്ഞാൽ പിന്നെ 2 പേരെ അറിയിക്കണം. അതുവരെ ആരെയും അറിയിക്കാൻ പാടില്ല.
പിണങ്ങിയ സംഭവം അവർ രണ്ടുപേരുമല്ലാതെ ആരും അറിയാൻ പാടില്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിലല്ലാതെ പിണക്കം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ 3 വേളകളിലും, ഉപദേശത്തിന്റെ സമയത്തും, കിടപ്പ് മാറ്റുന്ന സന്ദർഭത്തിലും, അടിയുടെ സമയത്തും അത് രഹസ്യമായി വേണം. ഈ 3 നിലവാരത്തിലും 3 രീതിയിലും ശരിയായില്ലെങ്കിൽ പിന്നെ 2 പേരെ അറിയിക്കണം. അവന്റെ കുടുംബത്തിൽ നിന്ന് നീതിമാനായ ഒരു മധ്യസ്ഥൻ, അവളുടെ കുടുംബത്തിൽ നിന്ന് നീതിമാനായ വേറെ ഒരു മധ്യസ്ഥൻ. ഈ കാര്യങ്ങൾ 2 പേരും 2 മധ്യസ്ഥന്മാരുടെ മുമ്പാകെ ചർച്ച ചെയ്ത് സോൾവ് ആക്കണം. എന്നിട്ടും സോൾവ് ആകണില്ലേ? ഈ 4 കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടും ശരിയാകുന്നില്ലേ? ഉപദേശം ഫലിച്ചില്ല, കിടപ്പ് മാറ്റിയത് ഫലിച്ചില്ല, അടി ഫലിച്ചില്ല, ഇരുഭാഗത്തു നിന്നുമുള്ള മധ്യസ്ഥന്മാരുടെ ചർച്ച വിജയിച്ചില്ല. എന്നാൽ അല്ലാഹു പറയുന്നു, വഇൻ അസമുത് ത്വലാഖ് ഫഇന്നല്ലാഹ സമീഉൻ അലീം. അങ്ങനെ ത്വലാഖ് നിങ്ങൾ തീരുമാനിച്ചാൽ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാവം പെൺകുട്ടിയെ അനാവശ്യമായി ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ എന്തൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടെങ്കിലും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ വിജയിക്കുന്നില്ല, പ്രശ്നം തീരുന്നില്ല എന്നാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ എന്നാ പെട്ടെന്ന് ത്വലാഖ് തന്നെ പറ്റൂല. പിന്നെയും നിയമം പാലിക്കണം. ഈ 4 കാര്യങ്ങൾ കൊണ്ട് അവർക്കിടയിലെ പ്രശ്നം സോൾവ് ആയില്ലെങ്കിൽ പിരിയാം. ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിൽ ഡൈവോഴ്സ് ആകാം. പക്ഷെ അത് പെട്ടെന്ന് ഏത് സമയത്തും ഉദ്ദേശിച്ചതുപോലെ ചെയ്യാൻ പറ്റുമോ? ഈ 4 കാര്യങ്ങൾ പരീക്ഷിച്ചതിന് ശേഷവും അവർക്കിടയിൽ നന്നായില്ലെങ്കിൽ പെട്ടെന്ന് ത്വലാഖ് ചൊല്ലാൻ പാടില്ല. ത്വലാഖിന് ചില മര്യാദകളുണ്ട്. ത്വലാഖ് ചൊല്ലാം, ഇനി ഭാര്യയെ ഉപേക്ഷിക്കുകയാണ്, അതല്ലാതെ പോംവഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, നരക ജീവിതമാണ് ഇനി തുടർന്ന് ജീവിച്ചാൽ കിട്ടുക എന്ന് ബോധ്യപ്പെട്ടാൽ പിരിയാം. പക്ഷെ ആ പിരിയലിനും ചില മര്യാദകളുണ്ട്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന, നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ നടന്നിരിക്കുന്ന ഡൈവോഴ്സുകളൊന്നും ഈ മര്യാദകൾ പാലിച്ചുകൊണ്ടല്ല നടക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും അറിയണം, ത്വലാഖ് എന്ന സംഗതിയിൽ നിന്ന് അല്ലാഹു നമ്മെയും കുടുംബത്തെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ. നല്ല കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യം വന്നാൽ അതിനുള്ള നിയമം പാലിക്കണം. എന്താ നിയമം? 4ഓളം നിയമങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. 1, അൻ യുതല്ലിഖഹാ ഫീ തുഹ്രിൻ ലം യുജാമിഅഹാ ഫീഹി. അവളെ ത്വലാഖ് ചൊല്ലാൻ എപ്പോഴും ഏത് സമയത്തും ത്വലാഖ് ചൊല്ലാൻ പറ്റില്ല. ബന്ധപ്പെടാത്ത ശുദ്ധിയിൽ എന്ന് വെച്ചാൽ ആർത്തവരക്തം, പ്രസവരക്തം എന്നിവ ഇല്ലാത്ത ശുദ്ധിയിൽ, ആ ശുദ്ധിയിൽ തന്നെ ബന്ധപ്പെട്ട ശുദ്ധിയാകാൻ പാടില്ല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത, അതുപോലെ ശുദ്ധിയുള്ള സമയത്ത്, ഹൈള് രക്തമോ നിഫാസ് രക്തമോ ഇല്ലാത്ത സമയത്തായിരിക്കണം ത്വലാഖ് ചൊല്ലേണ്ടത്. അതുകൊണ്ട് അവൾ ശുദ്ധിയുള്ള സമയം നോക്കി ത്വലാഖ് ചൊല്ലണം. അവളുമായി ബന്ധപ്പെടാത്ത ശുദ്ധിയാകണം. ആർത്തവമുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് ത്വലാഖ് ചൊല്ലുക എന്നത്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ശുദ്ധിയിൽ, അവളുമായി ബന്ധപ്പെട്ട ശുദ്ധിയിൽ ത്വലാഖ് ചൊല്ലുക എന്നത് ഫഹുവ ത്വലാഖുൻ ബിദ്ഇയ്യുൻ ഹറാമുൻ, അല്ലാഹു വിലക്കിയിരിക്കുന്ന ബിദ്ഇയായ ത്വലാഖാകുന്നു. അത് അംഗീകരിക്കാൻ പറ്റില്ല, അത് വളരെ തെറ്റാകുന്നു. അങ്ങനെ ആരെങ്കിലും ത്വലാഖ് ചൊല്ലിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അത്തരം ത്വലാഖുകൾ ചുരുക്കമായി സംഭവിച്ചു. ചില ആളുകളിൽ നിന്നുണ്ടായി. ആർത്തവമുള്ള പെണ്ണിനെ ത്വലാഖ് ചൊല്ലി. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു, ഫല്യുറാജിഅഹാ. ഈ 4 കാര്യങ്ങൾക്ക് ശേഷവും പെട്ടെന്ന് പാടില്ല. ശുദ്ധിയുള്ള സമയത്ത്
അവളുടെ ശുദ്ധിയുള്ള സമയത്ത് ആ സമയത്താണ് ത്വലാഖ് ചൊല്ലേണ്ടത്. അല്ലാതെ ആരെങ്കിലും ത്വലാഖ് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശുദ്ധിയില്ലാത്ത സമയത്ത് ത്വലാഖ് ചൊല്ലിയാൽ ഫല്യുറാജിഅഹാ, ആ സ്ത്രീയെ മടക്കിയെടുക്കണം, ഹത്താ തത്ഹുറ, അങ്ങനെ അവൾ ശുദ്ധിയുള്ളവളാകട്ടെ, സുമ്മ തഹീള, പിന്നെ അവൾ ആർത്തവകാരിയാകട്ടെ, സുമ്മ തത്ഹുറ, പിന്നെ ശുദ്ധിയാകട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അവളെ ജീവിതത്തിൽ സ്വന്തമാക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇസ്ലാം ഇങ്ങനെ ഗ്യാപ്പിട്ടത് എന്തിനാ? ഇപ്പൊ ശുദ്ധിയില്ലാത്ത സമയത്ത് മാനസികമായി വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ ശുദ്ധിയാകുന്നത് വരെ കാത്തു നിൽക്കുക. ഈ കാത്തു നിൽക്കുന്നതിനിടയിൽ മനം മാറാൻ സാധ്യതയുണ്ട്, അവളോടുള്ള വെറുപ്പ് തീരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇസ്ലാം പല പഴുതുകളും ഉണ്ടാക്കുകയാണ്. എന്തിനു പഴുത്? എങ്ങനെയെങ്കിലും നന്നായി പോകട്ടെ. സംഗതി ഇപ്പൊ അവര് 4 കാര്യങ്ങൾ നോക്കി, 4 കാര്യങ്ങൾ നോക്കിയിട്ടും നന്നായിട്ടില്ല. എന്നാലും പെട്ടെന്ന് പിരിയണ്ട, അവൾ ശുദ്ധിയുള്ള സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാ. അതുപോലെ തന്നെ ഇസ്ലാമിൽ ത്വലാഖിനൊരു രീതിയുണ്ട്. എന്താ രീതി? ജാഹിലിയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത് ത്വലാഖ് എത്രയുമാകാമായിരുന്നു. ഒരാൾക്ക് തന്റെ ഭാര്യയെ 100 തവണ ത്വലാഖില്ല 100 തവണ തിരിച്ചും എടുക്കാം. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനുമൊക്കെ നിന്നെ ഞാൻ തീർത്തു, നിന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് തോന്നുന്നത് പോലെ നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതോടുകൂടെ ഇതിന് നിയന്ത്രണം വെച്ചു. നേരത്തെ നാം പറഞ്ഞതുപോലെ, ബഹുഭാര്യത്വത്തിൽ പറഞ്ഞതുപോലെ 4 വിവാഹം മാത്രമേ പാടുള്ളൂ എന്ന് പരിമിതപ്പെടുത്തിയതുപോലെ ത്വലാഖിലും ഒരു പരിധി നിശ്ചയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇഷ്ടംപോലെ ത്വലാഖ് ചൊല്ലുന്ന അവസ്ഥ പാടില്ല. ഇതിനൊരു പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായ നിയമം വന്നു. ഒരിക്കൽ ഒരു അൻസാരിയായ സഹാബി തന്റെ ഭാര്യയോട് പിണങ്ങിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഭാര്യയായി പൊറുപ്പിക്കില്ല, എന്നാൽ നിന്നെ ത്വലാഖ് ചൊല്ലി ഉപേക്ഷിക്കുകയുമില്ല. ഒരു അൻസാരിയായ സഹാബി തന്റെ ഭാര്യയോട് വെറുപ്പ് തോന്നിയപ്പോൾ, ഭാര്യയോട് പിണങ്ങിയപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഭാര്യയായി വെക്കുകയുമില്ല, ത്വലാഖ് ചൊല്ലുകയുമില്ല. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണ് ചോദിച്ചു, അല്ല അതെങ്ങനെ നടക്കും? ഒന്നുകിൽ എന്നെ ഭാര്യയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിലോ എന്നെ ത്വലാഖ് ചൊല്ലിയിട്ട് ഉപേക്ഷിക്കണം. ഇത് രണ്ടും അല്ലാത്തൊരു പണി എങ്ങനെയാ നടക്കുക? ആ ഭർത്താവ് പറഞ്ഞു അത്രേ, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലും. ത്വലാഖ് ചൊല്ലിയിട്ട് മറ്റൊരാളുടെ ഭാര്യയാകണമെങ്കിൽ ഇദ്ദ കഴിയണല്ലോ. ആ ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് ഞാൻ നിന്നെ തിരിച്ചെടുക്കും. തിരിച്ചെടുത്ത് അധികം വൈകാതെ നിന്നെ വീണ്ടും ത്വലാഖ് ചൊല്ലും. ആ ത്വലാഖ് ചൊല്ലിയിട്ട് ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് വീണ്ടും തിരിച്ചെടുക്കും. നിന്നെ തിരിച്ചെടുത്തിട്ട് അങ്ങനെ ഉടനെ തന്നെ ത്വലാഖ് ചൊല്ലും. അപ്പൊ ത്വലാഖ് ചൊല്ലും, തിരിച്ചെടുക്കും, ത്വലാഖ് ചൊല്ലും, തിരിച്ചെടുക്കും. എന്റെ കൂടെ ജീവിക്കാൻ, സുന്ദരമായ സന്തോഷമായ രീതിയിൽ നിന്നോടുകൂടെ ജീവിക്കാൻ ഞാനില്ല. എന്നാൽ മറ്റൊരു കല്യാണം, ഒരു വിവാഹം നടക്കണമെങ്കിൽ ഇദ്ദ കഴിയണമല്ലോ. ഇദ്ദ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പറയാം. ഇദ്ദ പലതരം ഇദ്ദകളുണ്ട്. ഡൈവോഴ്സ് ചെയ്യപ്പെട്ട പെണ്ണിന്റെ ഇദ്ദ, ഭർത്താവ് മരിച്ച പെണ്ണിന്റെ ഇദ്ദ, ഇതിനൊക്കെ വിശദമായി മനസ്സിലാക്കാനുണ്ട്, നമുക്ക് പറയാം. അപ്പോൾ ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് മറ്റൊരു വിവാഹം പറ്റില്ല. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്യും, വീണ്ടും ഞാൻ നിന്നെ ഉപേക്ഷിക്കും. അപ്പൊ നിനക്ക് വേറെ ഒരു വിവാഹം പറ്റില്ല, എന്നാൽ എന്റെ ഭാര്യയായിട്ട് യഥാർത്ഥത്തിൽ നിലകൊള്ളാനും പറ്റില്ല, നിന്നെ ഞാൻ ദ്രോഹിക്കുമെടി എന്ന് വെറുപ്പോടുകൂടെ അൻസാരിയായ സഹാബി തന്റെ ഭാര്യയോട് പിണങ്ങി പറഞ്ഞപ്പോൾ ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് എന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എന്നെ ഉപേക്ഷിക്കില്ലത്രേ, എന്നാൽ എന്നെ ഭാര്യയായി പൊറുപ്പിക്കുകയും ചെയ്യില്ലത്രേ. പല സ്ത്രീകളും അനാവശ്യമായ മൊഴിച്ചൊല്ലലിനെ കുറിച്ച് നബിയുടെ മുന്നിൽ പരാതിപ്പെട്ടു. നബിയെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ അനാവശ്യമായി ഞങ്ങളെ മൊഴിച്ചൊല്ലുകയാണ്, പിന്നെ അവർ തിരിച്ചെടുക്കുകയുമാണ്. ഈ സമയത്താണ് അല്ലാഹുവിന്റെ നിയമം വളരെ വ്യക്തമായി വന്നത്. അത്വലാഖു മർറത്താൻ, അത്വലാഖു മർറത്താൻ.
സൂറത്തുൽ ബഖറയിലെ 229 ആയത്ത്. ഇനി ത്വലാഖ് 2 മാത്രമേ പാടുള്ളൂ. തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ത്വലാഖ് 2 പ്രാവശ്യം മാത്രമേ പാടുള്ളൂ. 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയാൽ ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ, ഒന്നുകിൽ നല്ല നിലയിൽ നിങ്ങൾക്ക് പിരിച്ചയക്കാം, അല്ലെങ്കിലോ നല്ല നിലയിൽ നിങ്ങൾക്ക് അവരെ ഭാര്യയായി കൂടെ നിർത്തുകയും ചെയ്യാം. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. 2 വരെ. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا. ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലി ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ പെണ്ണിന് നൽകിയതൊന്നും തന്നെ പുരുഷവർഗമേ നിങ്ങൾ തിരിച്ചു വാങ്ങിക്കരുത്. അത് മഹറായിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, ആ പെണ്ണിന് കൊടുത്തതൊക്കെ ഏതായാലും നീ പോവാണ്. അതുകൊണ്ട് നിനക്ക് തന്നതൊക്കെ എനിക്ക് തിരിച്ചു തരണമെന്നൊരു പുരുഷനും വാശി പിടിക്കാനും നിബന്ധന വെക്കാനും പാടില്ല. പടച്ച റബ്ബ് പറഞ്ഞു, നിങ്ങൾക്ക് പുരുഷവർഗമേ നിങ്ങൾക്ക് അനുവദനീയമല്ല, ഹലാലല്ല ആ സ്ത്രീകൾക്ക് നൽകിയതൊന്നും തിരിച്ചു വാങ്ങിക്കൽ. എന്നിട്ട് അല്ലാഹ് പറയാ 2 തവണ ത്വലാഖ് ചൊല്ലി. ഫഇൻ ത്വല്ലഖഹാ, 3ാമത്തെ തവണ ഒരാൾ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലി, പിന്നെ തിരിച്ചെടുത്തു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ത്വലാഖ് ചൊല്ലി, എന്നാലും തിരിച്ചെടുക്കാം. 3ാമത്തെ തവണ ത്വലാഖ് ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദ്, പിന്നെ ആ ഭർത്താവിന്, ആ പുരുഷന് അവളെ ഭാര്യയാക്കാൻ പറ്റില്ല. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ, വേറെ ഒരാൾ വിവാഹം കഴിച്ച് ഫഇൻ ത്വല്ലഖഹ, അയാൾ ത്വലാഖ് ചൊല്ലിയാൽ ഒഴികെ. 3 തവണ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ 3 തവണ ചൊല്ലിയ പുരുഷന് അവളെ തിരിച്ചെടുക്കാൻ പറ്റൂല, വിവാഹം കഴിക്കാനും പറ്റൂല. എങ്ങനെയല്ലാതെ ഈ പെണ്ണിനെ വേറെ ഒരാൾ വിവാഹം കഴിച്ച് ശാരീരികമായ ബന്ധത്തിലേർപ്പെട്ട് അയാൾക്ക് വേണ്ടെന്ന് വെച്ച സമയത്ത് ഉപേക്ഷിച്ച സമയത്ത് ശേഷം അവളുടെ ഇദ്ദാകാലം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആകാം. ഇതാണ് ഖുർആൻ പറയുന്നത്. ചില നാടുകളിലൊക്കെ ഇതിലൊരു നാടകം കളിയുണ്ട്. ദേഷ്യം പിടിച്ചപ്പോ 3 ചൊല്ലി, ഒറ്റയടിക്ക് 3 ചൊല്ലി. അങ്ങനെയുണ്ട് കേട്ടോ. 3 തവണകളായി ചൊല്ലലുമുണ്ട്. ഒറ്റ വെടിക്ക് 3 പക്ഷി എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഈ ചാൻസുകൾ 3 ചാൻസാണുള്ളത്. ഈ 3 ചാൻസും ഒറ്റയടിക്ക് ഞാൻ നിന്നെ 3 ചൊല്ലി പിരിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു. പിന്നെ അയ്യയ്യേ പുള്ളര കാര്യം, അയ്യേ എന്താ ചെയ്യാ, നിയമപ്രകാരം വേറെ ഒരാൾ കല്യാണം കഴിച്ച് ത്വലാഖ് ചൊല്ലിയാലേ കെട്ടാനും പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യാ, ആരെങ്കിലും വാടകയ്ക്ക് കൊണ്ടുവരാ, ഒരു ദിവസത്തേക്ക് വാടക കിട്ടിയാൽ മതിയല്ലോ, ഒന്നും കൊടുക്കണ്ട. കാരണം പെണ്ണിട്ടുന്ന കേസാവുമ്പോ എല്ലാരും ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു ഹയവാനെ നാടകം കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഒരു ചടങ്ങ് വെച്ചിട്ട് ഒരു നിക്കാഹ് ചെയ്യാം. നിക്കാഹ് ചെയ്തിട്ട് നേരം വെളുത്തിട്ട് ഇവൻ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിന്ന് പറഞ്ഞിട്ട് പോവാ. എന്നിട്ട് വെറുതെ ഇദ്ദ ഇരിക്കാം. ഒരു ഏകദേശം ഒരു 3 മാസക്കാലം ഇദ്ദ ഇരുന്നിട്ട് പിന്നെ ഇയാള് കെട്ടുക. ഈ രീതി ഇത് വളരെ വൃത്തികെട്ട രീതിയാണ്. ഇസ്ലാം ഇതിന് ഉത്തരവാദിയല്ല. അള്ളാഹുവിന്റെ റസൂൽ ഇത് വളരെ മോശം വഷളൻ ഇടപാടായിട്ടാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ചടങ്ങിൽ നിൽക്കലൊന്നും അല്ല. അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെ 3 തവണ ത്വലാഖ് ചൊല്ലിയാൽ പിന്നെ ആ ആൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ വേറെ ഒരു പുരുഷൻ നിക്കാഹ് കഴിച്ച് ജീവിച്ച് പിന്നെ വേണ്ട എന്ന് വെച്ചാൽ വേണമെങ്കിൽ ആകാം ആദ്യ ഭർത്താവിന് എന്നാണ്. ചടങ്ങ് നിൽക്കെന്ന് പറയുന്ന സംഭവം അത് വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട നാഗരികതയില്ലാത്ത വഷളൻ ഏർപ്പാടാകുന്നു. ഒറ്റയടിക്ക് 3 ചാൻസും ഉപയോഗിച്ചാൽ 3 ത്വലാഖും സംഭവിക്കും. ഒരാൾ നിന്നെ 3 ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും 3 ത്വലാഖ് സംഭവിക്കുമെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്. പക്ഷേ അത് നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വളരെ മോശം കാര്യമായിട്ട് പഠിപ്പിച്ചു. ഒരാൾ ഇന്ന റജുലൻ ത്വല്ലഖ ഇംറഅതഹു സലാസത ത്വലീഖാത്ത്, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ 3 ത്വലാഖും ഒറ്റയടിക്ക് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അറിഞ്ഞു. 3 ത്വലാഖും ഒറ്റയടിക്ക് പെണ്ണിനെ ചൊല്ലിയതറിഞ്ഞപ്പോ
ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മുഗ്ളിബൻ, കോപത്തോടുകൂടെ, അല്പം ദേഷ്യത്തോടുകൂടെ തന്നെ നബി തങ്ങൾ എണീറ്റ് നിന്ന് പറഞ്ഞു, അയൽഅബു ബികിതാബില്ലാഹ് വഅന ഫീകും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിലകൊള്ളുന്ന സമയത്ത്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കിതാബുകൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിലകൊള്ളുന്ന നേരത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിനെ കളിയാക്കണോ? നിങ്ങൾ എന്താ അത് കുട്ടിക്കളിയാന്ന് മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞ് നബി തങ്ങൾ കോപത്തോടുകൂടെ ആ മനുഷ്യനെ ശകാരിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് 3 തലാഖും ഒറ്റയടിക്ക് ചൊല്ലുന്ന രീതി നല്ല രീതിയല്ല. അത് ഇസ്ലാം നല്ല കാര്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. നോക്കൂ, ഇങ്ങനെ 1 or 2 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു തലാഖ് ചൊല്ലൽ അതാണ് നല്ലതെന്ന് പറയുന്നു. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, തലാഖിലെ 2ാമത്തെ മര്യാദ ഒരു തലാഖ് മാത്രം ചൊല്ല. ചില ആളുകൾ മനസ്സിലാക്കി 2ഉം 3ഉം പിരിച്ചാലേ ഇത് പിരിയുള്ളൂ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു രക്ഷയില്ലാത്ത കാരണം ആ പെണ്ണ് പറഞ്ഞു, ഇയാള് എന്ന് പറയുന്ന പുരുഷൻ എനിക്ക് താങ്ങി നടക്കാൻ പറ്റൂല, ഇയാക്കടെ കൂടെ ഞാൻ ജീവിക്കാനും തയ്യാറില്ല, ഇയാള് വല്ല പാട്ടിനും പോന്ന് പറഞ്ഞ് പെണ്ണങ്ങട്ട് പിണങ്ങി പോയി പെൺകുട്ടി. അങ്ങനെ പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഒരു നിലക്കും അവൾ അനുസരിക്കൂല എന്നുള്ള അവസ്ഥ വന്നപ്പോ അത് പിരിയാൻ തന്നെ തീരുമാനിച്ചു. ഈ പിരിയാൻ വെച്ച സമയത്ത് ഈ ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഉസ്താദെ 1ഉം 2ഉം 3ഉം പിരിച്ചു എന്ന് പറഞ്ഞാലല്ലേ പിരിയുള്ളൂ? അബദ്ധമാണ്. ഒറ്റ ത്വലാഖ് ചൊല്ലിയാൽ മതി പിരിയാൻ. ഒരു ത്വലാഖിന്റെ മേലിൽ ചുരുക്കലാകുന്നു മര്യാദ. ഒറ്റയടിക്ക് 3ഉം ചൊല്ലുന്ന രീതി ഉപേക്ഷിക്കണം. കാരണം എന്താ? 3എണ്ണം ചെല്ലിയാ പിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂല, പിന്നെ തിരിച്ചെടുക്കാനും പറ്റൂല, ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി മാത്രല്ല 1 or 2 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാലുള്ള സൗകര്യം എന്താ? ഇവളുടെ ഇദ്ദാകാലം അത്രയും ഇവൾ സസ്പെൻഷനിലാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഒരു പെണ്ണിനെ, ഒരു ഭാര്യയെ ഭർത്താവ് ഒരു നിലക്കും ഒത്തുപോവില്ലെന്ന് മനസ്സിലായ സമയത്ത് ത്വലാഖ് ചൊല്ലി, നിന്നെ ഞാൻ 2 ത്വലാഖ് പിരിച്ചു, അല്ലെങ്കിൽ 1 ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ 3 മാസക്കാലം, ഏകദേശം ഇവളുടെ ഇദ്ദാകാലം കഴിയുന്ന ഏകദേശം 3 മാസക്കാലം ഇവൾ സസ്പെൻഷനിലാണ്. എന്ന് വെച്ചാൽ ഇവളെ പിന്നെ തിരിച്ചെടുക്കാൻ ഈ സമയത്ത് സസ്പെൻഷൻ പീരീഡിൽ ഇദ്ദാകാലത്ത് ഈ പെണ്ണിനെ തിരിച്ചെടുക്കാൻ ഒരു നിക്കാഹിന്റെ ആവശ്യമില്ല. 2 സാക്ഷികൾ മുമ്പാകെ ചെന്ന് റജഅതുകി, നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കാം. മഹർ വേണ്ട, ചടങ്ങ് വേണ്ട, നിക്കാഹ് വേണ്ട, ഒന്നും വേണ്ട. ഈ സൗകര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ 1 or 2 ത്വലാഖിൽ ഒതുക്കുക. എന്നാൽ ഇദ്ദാകാലത്ത് തിരിച്ചെടുക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും തീർത്തു തരട്ടെ. ദീനിനെ കുറിച്ച് ഇനിയും കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.